കൊല്ലം കരുനാഗപ്പള്ളിയിൽ കുടിവെള്ളം കിട്ടാതെയും വെള്ളക്കെട്ട് മൂലവും ദുരിതത്തിലായി ഒരു കുടുംബം. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിലാണ് ഈ ദുരിതക്കാഴ്ച. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള സംവിധാനം ഇല്ലാതെ താൽക്കാലിക ഷെഡിൽ ബുദ്ധിമുട്ടുകയാണ് വസന്തയും മക്കളും. അതേസമയം കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് വച്ചു നൽകാനുള്ള ശ്രമത്തിലാണ് പ്രാദേശിക BJP നേതൃത്വം. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിലാണ് ഈ ദുരിതക്കാഴ്ച. വസന്തയും മകളും 2 കുട്ടികളുമാണ് ഈ വീട്ടിലുള്ളത്. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാനുള്ള സംവിധാനങ്ങൾ പോലുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന താൽക്കാലിക ഷെഡിലാണ് ഇവരുള്ളത്. കുടിവെള്ളമോ ശുദ്ധജലമോ ലഭിക്കാതെ മതിയായ യാത്രാ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവിടെയുള്ളവർ. ഈ വയ്യാത്ത അമ്മ, ഈ പറയണ ഈ വസ്തുവിന് വഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന 4 ജീവനുകൾ, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ പൊതുസമൂഹം അതറിയണം. ഇതേ കൂട്ടുള്ള മനുഷ്യരെ വേണം നമ്മൾ സഹായിക്കാൻ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ, ഇവിടെ വേലിയിറക്ക സമയങ്ങളിൽ നല്ല വെള്ളമാണ്. അപ്പോൾ ഈ വീട്ടിനകം മൊത്തം വെള്ളം, ഈ നിൽക്കുന്ന ഇവിടെ എല്ലാം വെള്ളമാണ്. നാളിതുവരെ മാറി മാറി ഭരിച്ചവർ കണ്ണടച്ചു. തങ്ങൾക്ക് യാതൊരുവിധ സഹായവും നീതിയും ലഭിക്കുന്നില്ലെന്ന് കുടുംബം പറയുന്നു. ഒന്നാമത്തെ കുടിവെള്ള പ്രശ്നം ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ള കാര്യമാണ്. കുടിക്കാൻ വെള്ളമില്ല, പിന്നെ ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത രീതി. ഇതെല്ലാം വെള്ളം കയറി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. 2-3 മാസം കൂടുമ്പോൾ ഏറ്റവും കൂടുന്നു. 15-ാം പക്കം ഏറ്റവും വരും. അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥയിൽ രോഗിയെ 4-5 പേർ ചേർന്ന് കാൽനടയായി എടുത്ത് യാത്രാ സൗകര്യമുള്ള റോഡിലെത്തിക്കേണ്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ കാരണം പ്രദേശത്തെ പല കുടുംബങ്ങളും വീടുകൾ ഉപേക്ഷിച്ചു പോകുകയാണ്. വസന്തയ്ക്കും കുടുംബത്തിനും അടച്ചുറപ്പുള്ളൊരു വീട് വെച്ച് നൽകുവാനുള്ള ശ്രമത്തിലാണ് സ്ഥലത്തെ BJP നേതൃത്വം. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. പ്രദേശത്തെ മറ്റു പ്രശ്നങ്ങൾക്ക് അധികൃതർ ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നതാണ് ഇവിടെയുള്ളവരുടെ ആവശ്യം. ജനം, കൊല്ലം.